മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ കെ.പി. ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 1989-90 കാലത്ത് വി.പി. സിംഗ് സർക്കാരിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. ഇറാഖ് കുവൈറ്റ് യുദ്ധകാലത്ത് കുവൈറ്റിൽ കുടുങ്ങിയ നഴ്സുമാരെ നാട്ടിലെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് കെ.പി. ഉണ്ണികൃഷ്ണൻ. വിവരങ്ങളുമായി സമീർ സി. മുഹമ്മദ് ചേരുകയാണ്. സമീർ, എപ്പോഴാണ് അന്ത്യം ഉണ്ടായത്? അദ്ദേഹം ദീർഘനാളായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലൊക്കെ കഴിയുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുകയാണോ? മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ കെ.പി. ഉണ്ണികൃഷ്ണൻ ഇന്നലെ രാത്രിയാണ് അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. പന്നിയങ്കരയിലെ വീട്ടിലാണ് ഇപ്പോൾ പൊതുദർശനം തുടരുന്നത്. രാവിലെ 7 മണി മുതലാണ് ഇവിടുത്തെ പൊതുദർശനം ആരംഭിച്ചത്. നിരവധി പേരാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി കൊണ്ട് എത്തിയിരിക്കുന്നത്. വിവിധ തലങ്ങളിൽ ഇടപെട്ട ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. 1960 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി അദ്ദേഹം എത്തുന്നത്. പിന്നീട് 1971 ആദ്യമായി പാർലമെന്റ് രംഗത്തേക്ക് കടന്നു വന്നു. 1971 പിന്നീട് തുടർച്ചയായ 5 തവണയും അവിടെ നിന്ന് വടകരയിൽ നിന്ന് അദ്ദേഹം പാർലമെന്റ് അംഗമായി എത്തി. അങ്ങനെയാണ് 1989-90 കാലഘട്ടത്തിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തു. വി.പി. സിംഗ് മന്ത്രിസഭയിൽ അംഗമായിരുന്നു. ടെലികമ്മ്യൂണിക്കേഷൻ, ഷിപ്പിംഗ് ഉൾപ്പെടെയുള്ള അതുപോലെ ഉപരിതല ഗതാഗതം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. ഈ കാലയളവിലാണ് ഗൾഫ് യുദ്ധം നടക്കുന്നത്. കുവൈറ്റ് അതുപോലെ തന്നെ ഇറാഖ് യുദ്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കാലയളവിൽ ഇന്ത്യയിൽ നിന്ന് നിരവധി പേരാണ് കുവൈറ്റിൽ കുടുങ്ങിയിരുന്നത്. അവരെയൊക്കെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിക്കൊണ്ട് നിസ്തുലമായിട്ടുള്ള സേവനമാണ് അദ്ദേഹം നടത്തിയിട്ട് അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് കെ.പി. ഉണ്ണികൃഷ്ണൻ. അദ്ദേഹമാണ് ഓർമ്മയാകുന്നത്. അദ്ദേഹത്തിൻ്റെ അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത്. ഇവിടെ മുതിർന്ന കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. നമുക്കിപ്പം ഇപ്പോൾ കോഴിക്കോട് മുൻ DCC പ്രസിഡന്റ് കെ.സി. അബു കൂടി ചേരുകയാണ്. ഏറെ സൗഹൃദമുള്ള ഒരു വ്യക്തിയുടെ വിയോഗമാണ് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്. ഉണ്ണിയേട്ടൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി 6 തവണ വടകരയിൽ നിന്ന് MP ആയ നേതാവാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് കണ്ട അതിപ്രഗത്ഭരായ പാർലമെൻറ്റേറിയന്മാരിൽ പ്രമുഖമായ ഒരു സ്ഥാനമായിരുന്നു ഉണ്ണിയേട്ടൻ ഉണ്ടായിരുന്നത്. കോഴിക്കോട് നഗരത്തിൽ കോൺഗ്രസ്സിന് അദ്ദേഹം ചെയർമാനായുള്ള ഒരു ജില്ലാ സമ്മേളനം നടന്നത് ഞാൻ ഓർമ്മിക്കുകയാണ്. കോഴിക്കോട് നഗരത്തെ ത്രിവർണ്ണ പതാക കൊണ്ട് പുതപ്പിച്ച ഒരു മഹാസമ്മേളനമായിരുന്നു അന്ന് നടന്നിരുന്നത്. അദ്ദേഹം പാർലമെൻറ്റ് ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ആ മത്സരിക്കുന്ന സമയത്ത് ഉപയോഗിച്ച കാറ് ഇലക്ഷൻ കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിക്ക് നൽകുക അതൊരു സ്ഥിരം പതിവായിരുന്നു. മാസപ്പടി എന്ന വണ്ണം അദ്ദേഹം MP ആയപ്പോൾ DCCയുടെ പ്രവർത്തനത്തിന് അദ്ദേഹം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റുമാർക്ക് മാസപ്പടി എന്ന വണ്ണം സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. ഒരാൽവൃക്ഷം പോലെയുള്ള നേതാവായ അദ്ദേഹത്തിൻ്റെ തണലിൽ ഷൺമുഖദാസ് മൊയ്തീൻ, യുവനിരയിലെ CH ഹരിദാസ്, സുജനപാല്, സുരേഷ് ബാബു, അത് ഈ ജില്ലയിലെ കാര്യമാണ്. കേരളത്തിലുടനീളമുള്ള യുവജന നേതാക്കന്മാർക്ക് പ്രോത്സാഹനം വാക്കുകൊണ്ട് മാത്രമല്ല എല്ലാ അർത്ഥത്തിലുള്ള സഹായം അദ്ദേഹം ആ കാലത്ത് നൽകിയിരുന്നു. ഒരിക്കൽ ഡോക്ടർ KG അടിയോടി, ഞാൻ അടിയോടിയുടെ വീട്ടിൽ അദ്ദേഹം MP ആയപ്പോൾ താമസിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, കെ.പി. ഉണ്ണികൃഷ്ണൻ പാർലമെൻറ്റിൽ എപ്പോഴും സംസാരിക്കുന്നയാളല്ല, പക്ഷെ അദ്ദേഹം എപ്പോഴെങ്കിലും സംസാരിക്കുമ്പോൾ പാർലമെൻറ്റിലെ ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും തന്നെ നിശബ്ദരായി കാതോർത്ത് കേൾക്കുന്ന ഒരു പ്രസംഗമായിരുന്നു ഉണ്ണിയേട്ടൻ പാർലമെൻറ്റിൽ നടത്താറുണ്ടായിരുന്നത് എന്ന് പറയുണ്ടായി. അദ്ദേഹം കേന്ദ്രത്തിൽ മന്ത്രിയായി, അദ്ദേഹം ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിൻ്റെ ചുമതല കൂടി മന്ത്രിയായപ്പോഴാണ് അവിടെ ഒരു വിസ്ഫോടനം എന്ന രൂപത്തിൽ എല്ലാ ഇന്ത്യയിൽ ഇവിടെയൊക്കെ ടെലിഫോണിൻ്റെ രംഗത്ത് വലിയ മുന്നേറ്റം ആ കാലത്തുണ്ടായി. ഉപരിതല ഗതാഗത വകുപ്പായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വകുപ്പ്. അങ്ങനെ പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസമനുഷ്ഠിച്ച 6 പ്രമുഖരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ണിയേട്ടൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു. ഉണ്ണിയേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫ്രീഡം സ്ട്രഗിളിൽ പങ്കെടുത്ത 6 ജയിൽവാസമനുഷ്ഠിച്ച 6 പേരുടെ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതെന്ന്. അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു തീക്കാറ്റേറ്റുകൊണ്ടാണ് വലിയ പ്രഗത്ഭരായ നേതാക്കന്മാരുടെ സ്നേഹവും പരിലാളനവും ആശീർവാദവും അനുഗ്രഹവും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക്. ഇന്ദിരാഗാന്ധിയാണ് അദ്ദേഹത്തിന് ആദ്യമായി മത്സരിക്കാൻ സീറ്റ് നൽകിയത്.
കോൺഗ്രസിലെ യുവതുർക്കികളായിരുന്ന കാലത്തെ പിന്നീട് പ്രൈം മിനിസ്റ്ററായ ചന്ദ്രശേഖർ, മോഹൻദാർ, അങ്ങനെ യുവതുർക്കികൾ ആ ഒരു യുവജന മുന്നേറ്റത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം അദ്ദേഹത്തെ അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് അംഗീകാരം പിടിച്ചു പറ്റുകയും ഡൽഹി രാഷ്ട്രീയം വഴങ്ങിയ സ്വന്തം കയ്യിലൊതുക്കുവാൻ സാധിച്ചിരുന്ന പ്രാഗൽഭ്യമുള്ള നേതാവായിരുന്നു ഉണ്ണിയേട്ടൻ. ദുഃഖാചരണം എങ്ങനെയാണ്? ജില്ലയിലെ പരിപാടികളൊക്കെ എങ്ങനെയാണ്? 3 ദിവസത്തേക്ക് പാർട്ടിയുടെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് ജില്ലയിൽ 3 ദിവസം കോൺഗ്രസ് ദുഃഖാചരണം നടത്തുകയാണ്. ഇന്നിപ്പോൾ പൊതുദർശനം അദ്ദേഹത്തിൻ്റെ വസതിയായ പത്മാലയത്തിൽ തന്നെ നടക്കുകയാണ്. പിന്നീട് ശ്മശാനം, ഈ മാനേരി ശ്മശാനം, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും കുടുംബങ്ങളും എല്ലാവരും തന്നെ അവിടെയാണ് സംസ്കാരം, അവിടെ തന്നെയാണ് സംസ്കാരം നടക്കുന്നത്. അതിനുശേഷം 10 മണിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ എല്ലാ കക്ഷികളും നേതാക്കന്മാരും ചേരുന്ന അനുശോചന യോഗം. പൊതുദർശനം തുടരുകയാണ്. അദ്ദേഹത്തെ അവിടെ ഏറെ അടുപ്പമുള്ള ആൾ കൂടിയാണ് KC അബു. അദ്ദേഹമാണ് ആ അനുഭവങ്ങളും അതുപോലെ അദ്ദേഹത്തിന്റെ ഓർമ്മകളും. സമയം നോക്കൂ, ഇപ്പോൾ മറ്റൊരു യുദ്ധമുഖത്തു കൂടിയാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അന്ന് ഇറാഖ് കുവൈറ്റ് യുദ്ധകാലത്തൊക്കെ കുവൈറ്റിൽ കുടുങ്ങിക്കിടന്ന ഒരുപാട് നഴ്സുമാരുണ്ടായിരുന്നു. അപ്പോൾ അവരെ നാട്ടിലെത്തിക്കുന്നതിലൊക്കെ നിർണായക പങ്കുവഹിച്ച ഒരു വ്യക്തി കൂടിയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയ KP ഉണ്ണികൃഷ്ണൻ എന്നതാണ്. അപ്പോൾ മറ്റൊരു യുദ്ധമുഖത്ത് വരുമ്പോൾ അദ്ദേഹം നൽകിയ ഇടപെടലുകൾ, സംഭാവനകൾ കൂടി ഓർത്തെടുക്കുകയാണല്ലോ എല്ലാവരും. തീർച്ചയായും ആ ഓർമ്മകൾ തന്നെയാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. ദിവ്യ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഒരു അനേകം ഇന്ത്യക്കാർ എപ്പോഴും വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. അത്തരമൊരു ഘട്ടമായിരുന്നു 1989-90 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. അന്ന് അറബ് യുദ്ധം നടക്കുന്ന, ഗൾഫ് യുദ്ധം നടക്കുന്ന ഒരു സമയമായിരുന്നു. ആ വേളയിലാണ് കുടുങ്ങിപ്പോയവരൊക്കെ നാട്ടിലെത്തിക്കാൻ KP ഉണ്ണികൃഷ്ണൻ എന്നുള്ള ഒരു കേന്ദ്രമന്ത്രിയുടെ ഉദാത്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായത്. അതെല്ലാം തന്നെ പ്രിയപ്പെട്ടവരെല്ലാം തന്നെ ഓർത്തെടുക്കുകയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ പൊതുദർശനം ഇപ്പോൾ തുടരുകയാണ്. പൊതുദർശനം അദ്ദേഹത്തിന്റെ വസതിയിൽ പുരോഗമിച്ചു വരികയാണ്. അതിന് പിന്നാലെയാണ് മറ്റിടങ്ങളിലും കൂടി പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകളും അതിന് പിന്നാലെ നടക്കും. സമീർ C. മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.